ഡോക്ടർ ഹാരിസ് നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ അത്ര നമ്പർ 1 അല്ലാത്ത കാര്യങ്ങൾ സധൈര്യം തുറന്നു പറഞ്ഞ വ്യക്തി. ചെയ്യുന്നത് പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് അറിഞ്ഞിട്ടും മകന്റെ പ്രായമുള്ള യുവാവിനെ ശസ്ത്രക്രിയ നടത്താൻ കഴിയാതെ തിരിച്ചയക്കേണ്ടി വന്നതിന്റെ മനോവിഷമത്തിൽ സത്യം തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സത്യമാണെന്ന് കേരളം തിരിച്ചറിഞ്ഞതാണ്. കേരളം ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ വിമാനത്തിൽ പറന്നിറങ്ങി വന്നു ഉപകരണങ്ങൾ. ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ ആരോഗ്യ വകുപ്പ് തന്നെ ഡോക്ടറെ കള്ളനാക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നെ കണ്ടത്. ആരാണ് ഹാരിസിനെ കൊടുക്കാൻ ഇത്രയും പണിയെടുക്കുന്നത്? ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടും പ്രിൻസിപ്പലും ചേർന്നൊരു വാർത്താ സമ്മേളനം നടത്തി. എല്ലാ അന്വേഷണത്തിനും കണ്ടെത്തലുകൾക്കും ശേഷമുള്ള വാർത്താ സമ്മേളനമാണല്ലോ. സ്വാഭാവികമായും വ്യക്തതയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഹാരിസിന് മുകളിൽ സംശയ നിഴൽ കൂട്ടാനാണ് ഇരുവരും ആഞ്ഞു പരിശ്രമിച്ചത്. അവിടെ ഞങ്ങൾ ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം. അവിടെ വേറൊരു ബോക്സും കൂടെ ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂം പരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ ആശുപത്രി സംബന്ധക്കാരും നിങ്ങൾക്ക് സംസാരിക്കാൻ വല്ലതുണ്ടെങ്കിൽ സൂപ്രണ്ട് എൻ്റെ എരിയത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് പറയാനുള്ളത്, ഇതൊരു വലിയ സ്ഥാപനമാണ്, നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും സ്ഥാപനമാണത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതും എല്ലാവരുടെയും ആവശ്യമാണ്. നമ്മളിപ്പോൾ കേട്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാറിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞ അവസാനത്തെ വാചകം നമ്മുടെ എല്ലാവരുടെയും ആണല്ലോ മെഡിക്കൽ കോളേജ്. അത് മനസ്സിൽ കരുതിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ആദ്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ മെയിൻ പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനം, ഡോക്ടർ ഹാരിസ് ചിറക്കൽ നിലവിൽ അവധിയിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയുടെ താക്കോൽ ഡോക്ടർ ടോണിക്കാണ് കൈമാറിയിട്ടുള്ളത്. അത് നമ്മൾ ഓർക്കണം. നോക്കൂ, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട കാര്യം, 3 തവണ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പരിശോധന വാർഡുകളിലാണ് നടത്തിയത്. അതായത് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ പരിശോധന നടത്തിയത് 2 തവണയാണ്. ഇന്നലെയും മിനിയാനും, അതായത് ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 7-നും. ആദ്യത്തെ ദിവസത്തെ പരിശോധന നടത്തിയപ്പോൾ ഹാരിസിന്റെ മുറിയിൽ ഒരു ഉപകരണം ഉണ്ടായിരുന്നു. അതിന് താഴെ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയും വെച്ചിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെ കേട്ട പ്രതികരണമുണ്ടല്ലോ ഡോക്ടർ PK ജബ്ബാറിന്റെ, അദ്ദേഹത്തിന് മോസ്കിലോസ്കോപ്പ് കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് വിദഗ്ധരെ ഉൾപ്പെടുത്തി വീണ്ടും പരിശോധിച്ചു. അതായത് 3ാമത്തെ പരിശോധന. ആ പരിശോധനയിൽ തലേ ദിവസം കാണാത്ത ഒരു വലിയ പെട്ടി, അതിൽ ഉപകരണങ്ങൾ പോരാതെ ഒരു ബില്ലും കണ്ടെത്തി. പിന്നെ ഹാരിസിന്റെ മുറിയിലേക്ക് ആരോ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളും ഉണ്ട്. ഇതാണ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ്. അപ്പോൾ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് പറയാൻ ശ്രമിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. നോക്കൂ, ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായും വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതാണ് ഇവിടെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1. 3ാം ദിവസത്തെ പരിശോധനയിൽ കണ്ടെത്തിയ വലിയ പെട്ടിയിൽ ഒരു ബില്ല് കണ്ടെത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. ആ ബിൽ ഏത് കമ്പനിയുടേതാണ്? എത്ര തുകയുടെ ബില്ലാണ്? ആരാണ് ആ പണം അടച്ചത്? എന്തുകൊണ്ടാണ് ആ ബില്ലിന്റെ വിവരങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയാഞ്ഞത്? ഒരു ബില്ലിൽ എഴുതി വന്നിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ള എന്താണ്? മോസിലോസ്കോപ്പ് എന്നാണ്. അത് 2-ാം തീയതി 2 ഓഗസ്റ്റ് 2-നാണ് അവിടെ എഴുതി ബില്ലിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ക്ലിയർ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അതിൽ വേറെ ഇതിപ്പോൾ നമ്മൾക്ക് ബില്ല് ഏതാണ്, ആരാണ്, എന്താണ് ഒന്നും അറിയില്ല. ഇന്ന് ഈ വാർത്താ സമ്മേളനം ഇത്രയും വിശദീകരിക്കുന്ന സമയം കൊണ്ട് ആ ബില്ലൊന്ന് കാണിച്ചാൽ മതിയാകും, ആ രേഖയൊന്ന് ഉയർത്തി കാണിച്ചാൽ മതിയായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. CCTV ദൃശ്യങ്ങൾ പുറത്തു വിടാഞ്ഞത് എന്തുകൊണ്ടാണ്? അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 7 ഈ 2 ദിവസങ്ങളാണ് ഹാരിസിന്റെ മുറി പരിശോധിച്ചത്. ആദ്യത്തെ പരിശോധനയ്ക്ക് ശേഷമുള്ള CCTV ആണോ ഇത്? ഏത് സമയമാണ്, എപ്പോഴാണ്, എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നത്? CCTV നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി.
ഒരു അടയാളമായി കാണുന്നു. അപ്പോൾ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന നടത്തേണ്ടിയിരിക്കും. അതിൻ്റെ അത് CCTV ഒന്നുകൂടെ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് ശ്രീജി വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു വിശദമായി പരിശോധിക്കാൻ കാര്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ അതിന് അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരു HODയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റിനെ നിർത്താൻ പറ്റില്ല. പക്ഷേ അല്ല, അത് CCTVയിൽ അങ്ങനെ ഒരു സംശയമുണ്ട്, അത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിച്ചതിന് ശേഷം മാത്രം ഈ കാര്യം പൊതുസമൂഹത്തിൽ പറഞ്ഞാൽ പോരായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. ഡോക്ടർ ഹാരിസ് അവധിക്ക് പോയിരിക്കുകയാണ്. താക്കോൽ ഡോക്ടർ ടോണിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ താക്കോലിന് ആർക്കൊക്കെ ആക്സസ് ഉണ്ട്? ആരൊക്കെ ആ മുറിയിൽ കയറി? ഈ താക്കോല് ഡോക്ടർ ഹാരിസിന്റെ കയ്യിലോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലയെടുത്ത ഡോക്ടർ ടോണി തോമസിന്റെ കയ്യിലോ ആയിരിക്കുമല്ലോ ഉണ്ടാവും. അവരറിയാതെ ഈ താക്കോല് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അവരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ അത് അവരോട് സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു. ആദ്യം നമ്മുടെ ഈ കാര്യം തന്നെ ക്ലാരിഫൈ ചെയ്യണം. ആരെങ്കിലും കയറിയിട്ടുണ്ടോ, നമുക്ക് അറിയില്ലല്ലോ ആരാണ് കയറിയത്. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞതായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അത് മണിക്കൂറുകളോട് എടുക്കും. 24 മണിക്കൂറെങ്കിലും എടുക്കും. ഇതാണ് കമ്മിറ്റി തന്നിട്ടുള്ള കട്ടാസ്. അങ്ങനെ ഡോക്ടർ ടോണി പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. ഇല്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഹൈലൈറ്റ് ആയ ചില ദൃശ്യങ്ങളുണ്ട്, അതൊന്ന് കാണാം. അതെ, മോസലോസ്കോപ്പ് അല്ല, ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഹലോ, പറഞ്ഞു സാറേ, ഡോക്ടർ ഹാരിസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിനിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറിനെ ഫോണിൽ വിളിച്ചത് ആരാണ്? അന്വേഷണ റിപ്പോർട്ട് മുഴുവനായി വായിക്കാനായിരുന്നു ഫോണിൽ മറുതലക്കിൽ നിന്ന് വന്ന നിർദ്ദേശം. റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ പറയുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ സൂപ്രണ്ട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സൂപ്രണ്ടും ഈ പ്രിൻസിപ്പലും സാർ എന്ന് വിളിക്കുന്ന ആ വ്യക്തി ആരാണ്? തയ്യാറാക്കിയ തിരക്കഥ പൊളിയുന്നത് ലൈവായി കണ്ടതുകൊണ്ടാണോ ആ ഫോൺ കോൾ വന്നത്? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. ഇന്നത്തെ വാർത്താ സമ്മേളനം എന്തിനായിരുന്നു? കാര്യങ്ങൾ പഠിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷം പോരായിരുന്നു ഈ വാർത്താ സമ്മേളനം? സമയത്ത് നോക്കിയിട്ടുണ്ട്. അതിന്റെ വീണ്ടും ഇത് ഞാൻ ഇന്ന് പറഞ്ഞ മാതിരി കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അതിന്റെ ടൈമിങ് കാര്യങ്ങൾ ക്ലാരിറ്റി വന്നിട്ടില്ല. ഇല്ല 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 എനിക്കോട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കണ്ടെത്തി. അപ്പോഴേക്കും കൂടുതൽ അത് അല്ല, ആ സാധനങ്ങളൊക്കെ നോക്കാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇത്ര പെട്ടെന്ന് പലരും വിളിച്ചു, വളരെ ആംഗ്വിഷ്. അപ്പൊ അതിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുക എന്നുള്ളതാണ് പ്രസ് മീറ്റിൽ ഉദ്ദേശിച്ചുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഹാരിസിനെ കൊടുക്കാൻ, ഹാരിസ് കള്ളനാണ് എന്ന് വരുത്താൻ ആരാണ് സിസ്റ്റത്തിൽ ഇത്രയും ഓവർ ടൈം പണിയെടുക്കുന്നത്? ആര്യയുടെ ചോദ്യങ്ങളിൽ അവസാനത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. എന്തിനാണ് ഈ വാർത്താ സമ്മേളനം എന്ന് ചോദിച്ചാൽ ഹാരിസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ 2 ഡോക്ടർമാർക്കും കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് ഇവരുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ ആകെ കൺഫ്യൂഷനായിരുന്നു. പിന്നീട് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം സ്റ്റുഡിയോയിൽ നിന്നും ഒരു ലൈവ് വിളിക്കുകയാണ്. ഇവർ പറഞ്ഞ വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ച് പ്രേക്ഷകർക്ക് മുന്നിലൊന്ന് പറഞ്ഞു കൊടുക്കാൻ പെട്ട പാട് എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയാണ് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. CCTV ദൃശ്യങ്ങളുണ്ട്, പക്ഷേ അതിലുള്ളത് ആരാണെന്നറിയില്ല. കതക് തുറന്ന് ഒരാൾ അകത്ത് കയറിയിട്ടുണ്ട്, പക്ഷേ പൂട്ട് പൊളിച്ചിട്ടില്ല. താക്കോൽ ഉള്ളത് ഒരു ഡോക്ടറുടെ കയ്യിലാണ്, ടോണി എന്ന ഡോക്ടറുടെ കയ്യിലാണ്. ഡോക്ടർ താക്കോൽ ആർക്കും കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ടോണി എന്ന് പറയുന്ന ഡോക്ടർ അവിടെ വന്നിട്ടില്ല, പക്ഷേ മറ്റാരും അവിടെ കയറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാർത്താ സമ്മേളനം എന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല. അതിനിടയിൽ അരി പറഞ്ഞതുപോലെ വാർത്താ സമ്മേളനം പൊളിഞ്ഞടുങ്ങുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ഒരു കോൾ വന്നു. ആ കോൾ എടുത്തതിന് ശേഷം പറഞ്ഞത് ഈ റിപ്പോർട്ടിലുള്ള 4 അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള ചില വരികളാണ്. അത് വായിക്കാനുള്ള നിർദ്ദേശം ഫോണിൽ നിന്ന് വരികയാണ്. ആരാണ് സാർ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇവരാരും അതിൽ പ്രതികരിക്കുന്നുമില്ല. എന്തായാലും അതിനുശേഷം അത് വായിച്ചിട്ടുണ്ട്. ആ വായിച്ച കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞതാണ് ഇവിടെ നിന്ന് മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം കാണാനില്ല എന്നുള്ളത്. അത് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ് ഹാരിസിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തി അത് പിന്നെ അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും
എന്തായാലും ഏതൊക്കെയോ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. വാർത്താ സമ്മേളനം നടത്തിയത് സൂപ്രണ്ടും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പളും ആയിരുന്നുവെങ്കിലും അതിന് പിന്നിൽ കൃത്യമായ റിമോട്ട് കൺട്രോൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ പറയുന്ന സൂപ്രണ്ട് പ്രിൻസിപ്പളിനോട് പറയുന്ന കാര്യമാണ്. ഫോണിൽ കേട്ടതിന് ശേഷം ആ സാർ എന്ന് പറഞ്ഞ് പറയുന്നതാണ്. പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ എത്ര തവണ ഈ രണ്ടാളുകൾക്കും ഫോൺ കോൾ വന്നു എന്നറിയില്ല. അങ്ങനെ നിരന്തരമായി കോളുകൾ വരുന്നുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പോലും അവർ എടുത്ത് സംസാരിക്കുന്ന അനുസരിച്ചുള്ള ഒരു വാർത്താ സമ്മേളനം ആയിരുന്നില്ല എന്ന് ആ നിരന്തരം വന്നുകൊണ്ടിരുന്ന ഫോൺ കോളുകൾ നമ്മളോട് പറയുന്നുണ്ട്. കേരളം മുഴുവൻ ഈ വാർത്താ സമ്മേളനം കാണുകയാണ്. ഒരു സാധാരണ മനുഷ്യന്റെ, അരിയാഹാരം കഴിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപടി വരേണ്ടതുണ്ട്. എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഡോക്ടർ ഹാരിസ് ചുരക്കലിന്റെ വിശദീകരണവും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. പ്രിൻസിപ്പലിന്റെ പത്രസമ്മേളനം കേട്ടു. എന്റെ റൂമിൽ, അതായത് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ എന്തോ പെട്ടിയിരുന്നത് അദ്ദേഹം കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണത്തിന്റേതാണ്. 15-16 വർഷങ്ങൾ പഴക്കമുള്ള 3 നെഫ്രോസ്കോപ്പുകൾ റിപ്പയർ ചെയ്യാൻ അയച്ചിരുന്നു. നിലവിൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന നെഫ്രോസ്കോപ്പ് ഇല്ല. നെഫ്രോസ്കോപ്പി എന്ന പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. പുതിയതിന് റിക്വസ്റ്റ് കൊടുത്തിട്ട് കിട്ടാൻ താമസം വരുന്ന സാഹചര്യത്തിൽ പഴയ സ്കോപ്പുകൾ എങ്ങനെയെങ്കിലും ഒന്ന് റിപ്പയർ ചെയ്യാൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടി എറണാകുളത്തെ കമ്പനിയിലേക്ക് അയച്ചതാണ്. അവർ അത് പരിശോധിച്ചു. ഒരു സ്കോപ്പ് നന്നാക്കാൻ ഏകദേശം 2 ലക്ഷം രൂപയാകുമെന്ന് അവർ അറിയിച്ചു. അത്രയും തുക ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നൽകാനുള്ള ശേഷിയില്ലാത്തതിനാൽ റിപ്പയർ ചെയ്യേണ്ട, അത് തിരിച്ചയച്ചു തരൂ എന്ന് പറഞ്ഞു. അത് കൊറിയറിൽ അയച്ചു തന്നതാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് ചുരക്കലിന്റെ വിശദീകരണം. എന്തായാലും ഈ കൊച്ചിയിലെ കൊറിയർ കമ്പനിയുമായി ബന്ധപ്പെട്ടും സംശയങ്ങൾ വന്നിരുന്നു. ഈ ഡോക്ടർ ഹാരിസിന്റെ വാദങ്ങൾ ശരിവെക്കുകയാണ് സർജിക്കൽ കടയുടമ. പെട്ടിയിലുണ്ടായിരുന്നത് ബില്ലല്ല, മറിച്ച് ഡെലിവറി ചലാനായിരുന്നുവെന്നാണ് കൊച്ചിയിലെ സർജിക്കൽ കടയുടമ മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ ഉപകരണം ഇവിടുന്ന് നന്നാക്കാൻ വേണ്ടി കൊച്ചിക്ക് അയച്ചതാണോ ഈ നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം? ഇല്ല, നമ്മുടെ അവിടെ സർവീസ് എഞ്ചിനീയർ ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അതിനകത്ത് ഈ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നെന്നും ബില്ലുണ്ടായിരുന്നൊക്കെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സർവീസ് എഞ്ചിനീയർ തെറ്റ് ചെയ്ത് കൊടുത്താ പുള്ളി മോർസിലോസ്കോപ്പിന്റെ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കില്ല. പുള്ളി അപ്പൊ മോർസിലോസ്കോപ്പ് എഴുതി കൊടുക്കും. ഓ, അങ്ങനെ ഈ സർവീസ് എഞ്ചിനീയർക്ക് എഴുതിയപ്പോ തെറ്റിപ്പോയതാണ്. അതാണ്, മോർസിലോസ്കോപ്പ് ഒന്നല്ലേ ഉള്ളൂ. ഓഹോ, അതവിടെ ഉണ്ട്.